നമുക്കങ്ങ് രാജ്യ തലസ്ഥാനത്തേക്ക് കൂടി ഒന്ന് പോകണം. അവിടെ പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി വൻ ജനാവലി. സമരനഗരിയിൽ ആൾക്കൂട്ടമുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനാകാതെ പോലീസ് കഷ്ടപ്പെടുകയാണ്. സ്വകാര്യ ആശുപത്രിയിലേക്ക് സോനം വാങ്ചുക്കിനെ മാറ്റണമെന്ന ഭാര്യ ഗീതാഞ്ജലിയുടെ ആവശ്യം ഏതായാലും ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചിരുന്നില്ല. പിന്നാലെയാണ് കൂടുതൽ ആളുകൾ സ്ഥലത്തെത്തുന്നത്. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ്, അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൻ ജനാവലിയുണ്ട് പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി. വിശദാംശങ്ങൾ എന്താണ്? ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് CJPയുടെ പ്രതിഷേധം. നാളെയാണ് പാർലമെന്റിലേക്ക് പാർട്ടികളുടെ ഒരു ജനകീയ മാർച്ച് തന്നെ സംഘടിച്ചതിനിടയിൽ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നിപ്പോൾ ഭാര്യ ഗീതാഞ്ജലിയുടെ ആവശ്യം ദില്ലി ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് മാറ്റിയില്ല. അതിന് പിന്നാലെ കൂടുതൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ജന്തർ മന്ദറിലെ വാതിലിന് മുന്നിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സാധാരണ ഒഴിഞ്ഞു കിടക്കുന്ന ഒരിടത്ത് ഇത്തരത്തിലേക്ക് ആളുകൾ എത്തുന്ന ദൃശ്യങ്ങൾ, അത് പല ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാനാകാതെ ആകെ കഷ്ടപ്പെടുകയാണ് ഇതുപോലെയുള്ള CJPയുടെ വോളണ്ടിയർമാർ. ഇങ്ങനെ കൈ കോർത്തു പിടിച്ച് തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ CJP പ്രതിഷേധം നടക്കുന്ന അഭിജിത്ത് ദീപ്ക്ക് നിരാഹാരം ഇരിക്കുന്ന ആ വേദിയിലേക്ക് കടത്തിവിടാൻ പാടുപെടുന്ന CJP വോളണ്ടിയർമാരെ കാണുന്നു, പ്രതിഷേധക്കാരെ കാണുകയാണ്. കൂടുതൽ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും എരച്ചെത്തുന്ന ദൃശ്യങ്ങൾ. ഇപ്പുറത്ത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഭാഗത്താണ് അഭിജിത്ത് ദീപ്ക്ക് നിരാഹാര സമരം ഉണ്ടിക്കുന്ന വേദി. അതിനിപ്പുറത്താണ് ഇന്ത്യൻ പതാക ഏന്തിക്കൊണ്ട് സോനം വാങ്ചുക്കിന് സഹായം ഏന്തിക്കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ നിന്നും SFIക്കാർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായുള്ളവർ എത്തി സോനം വാങ്ചുക്കിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അഭിജിത്ത് ദീപിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം അതിശക്തമാക്കുന്നതിനിടയിൽ ഇപ്പോൾ മലയാളി പാർട്ടിയെ കൂടി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്ര വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഒരു മലയാളി പാർട്ടി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട്. പിന്തുണയുമായിട്ടാണ്? അതെ അതെ അതെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ്? ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനൊരു ഇൻസിഡന്റ് ഇന്നലെ കുറച്ചും കൂടി പീക്കായി. കാരണം സോനം വാങ്ചുക്കിനെ പോലീസ് ഇവിടെ ഫോഴ്സിബിളി റിമൂവ് ചെയ്തു സിറ്റുവേഷനിൽ. പിന്നെ അഭിജിത്ത് ദീപ്ക്കെ ഇവിടെ ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് തന്നെ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും കാരണം ദിവസമായിട്ട് ദില്ലിയിൽ ഇങ്ങനെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ. ഇവർ ചോദിക്കുന്ന കാര്യം സിമ്പിളാണ്. എഡ്യൂക്കേഷൻ മിനിസ്റ്ററോട് റിസൈൻ ചെയ്യാനാണ്. 2 വർഷമായി 2024, 26 പേപ്പർ ലീക്ക് നടക്കുന്നുണ്ട്. ചോദിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. എഡ്യൂക്കേഷൻ മിഷാൽ, കോഴിക്കോട് സ്വദേശിയായ മിഷാലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലേക്ക് ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വിനീത, ഇതുപോലെ കൈ കോർത്ത് പിടിച്ച് CJPയുടെ വോളണ്ടിയർമാർ തിരക്ക് നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്നു. ആ വലയമടക്കം ഭേദിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. തൊട്ടപ്പുറത്ത് അഭിജിത്ത് ദീപ്കയുടെ പ്രസംഗം ഇപ്പോൾ കാണുന്നുണ്ട്. അഭിജിത്ത് ദീപ്കെ പുറത്തു നിന്ന് പിന്തുണയുമായി എത്തിയ ആളുകളെ അഭിവാദനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുക. സോനം വാങ്ചുക്കിനെ തടവിലാക്കിയിരിക്കുന്നത് പ്രത്യേക രാഷ്ട്രീയ അജണ്ടയാണ്. നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് മാന്യമായി പറയാമായിരുന്നു. അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു. അത് ഒഴിഞ്ഞുകൊണ്ട് ഇത്ര വലിയൊരു രാഷ്ട്രീയ സംഘടനകൾ രാജ്യതലസ്ഥാനത്ത് സൃഷ്ടിക്കാതെ മാറാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്ന് മാറ്റി പൂർണ്ണമായും രാജ്യത്തെ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം മുന്നോട്ട് വരികയാണെന്നാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ആളുകൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പോലും അറിയില്ല. ഇവരുടെയൊക്കെ സംസ്ഥാനങ്ങൾ നമ്മൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തർപ്രദേശിൽ നിന്ന് ആളുകളുണ്ട്, ഹരിയാനയിൽ നിന്നുണ്ട്, ഒഡീഷയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, മറ്റ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകൾ ഇവിടെ എത്തി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. കൃത്യം 1 മാസം പിന്നിടുന്നു. നാളെ പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനിരിക്കുന്നു. അതിനിടയിലാണ് ഇത്ര വലിയ പിന്തുണ രാജ്യമെമ്പാടുമുള്ള ആളുകൾ ഈ ഞായറാഴ്ച വൈകുന്നേരം ജന്തർ മന്ദറിൽ അത് നൽകിയിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.